പ്ലാന്റ് സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. വീട്ടുമുറ്റത്ത് പൂക്കളുണ്ടായി കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അത് ബുദ്ധിമുട്ടില്ലാതെ അധികം കെയറൊന്നും ആവശ്യമില്ലാത്ത കുറച്ച് പൂക്കളുണ്ടാവുന്ന ചെടികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റാണ് ഈ ലണ്ടാന. ഇതെൻ്റെ അടുത്ത് 4 വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ കെയർ വളരെ ഈസിയാണ്. ഇതിപ്പോൾ നമുക്കൊരു പനയുടെ ഉള്ളിലാണ് നട്ടിട്ടുള്ളത്. ഈ പനയുടെ ഉൾഭാഗം ഡീകമ്പോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടുമ്പോൾ ഇതിൻ്റെ വേര് അങ്ങോട്ട് മണ്ണിലേക്ക് ഇറങ്ങിപ്പോവാം. നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ ഇത് ഇത്ര ഭംഗിയായിട്ടിരിക്കില്ല. കുറച്ച് ദിവസം ഭംഗിയായിട്ട് പിന്നെ അതിൻ്റെ ഭംഗി കുറഞ്ഞു വരും. പക്ഷേ ഇങ്ങനെയാണെങ്കിലോ ഈ വേര് നല്ലപോലെ മണ്ണിലേക്ക് എത്തി നല്ലപോലെ ഇതിനെ ഫെർട്ടിലൈസേഴ്സും ഇതൊക്കെ ദൂരത്തുനിന്നൊക്കെ വലിച്ചെടുക്കാൻ പറ്റും. ചട്ടിയിലാണ് നമ്മൾ ഈ ലണ്ടാന വളർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ബാച്ച് പൂവ് നല്ല ഭംഗിയിൽ വരും. പിന്നെ അത് ഭംഗി കുറഞ്ഞു വരും നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ. അതായത് അതിനെ ഇടയ്ക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ മണ്ണൊക്കെ മാറ്റി പുതിയ മണ്ണിലേക്ക് നടണം. അതേപോലെ റെഗുലർ പ്രൂണിങ് വേണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ചട്ടിയിൽ അത് ഭംഗിയായിട്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. നേരെ മറിച്ച് നിലത്ത് നടുമ്പോൾ ചെടി കുറച്ചുകൂടെ വലുതാവും, കൂടുതൽ പൂക്കളും കിട്ടും. എൻ്റെ അടുത്ത് 4 ടൈപ്പ് ലണ്ടാനയാണുള്ളത്. അതിൽ ഈ വയലറ്റ് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ മഞ്ഞയുണ്ട്, അതേപോലെ റെഡും ഉണ്ട്. ഈ 3ഉം നിലത്ത് തന്നെയാണ് നട്ടിട്ടുള്ളത്. പിന്നെ ചട്ടിയിൽ വെള്ളയുണ്ട്, ഈ വയലറ്റിൻ്റെ ഒരു കമ്പ് നട്ടതുണ്ട്. അത് രണ്ടും അത്ര ഭംഗിയായിട്ടിരിക്കുന്നില്ല, കാരണം അതിൽ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ. അതേപോലെ അതെപ്പോഴും ഫെർട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നിലത്താണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. കൂടുതൽ കാലം അതിൽ പൂക്കൾ കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അടുത്തത് ചെമ്പരത്തിയാണ്. ഇവിടെ ഒരു 10-15 ചട്ടികളിൽ ചെമ്പരത്തി ചെടി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാറ്റിലൊന്നും ഇപ്പോൾ പൂവില്ല. ഇത് കണ്ടോ, കുറേ നിലത്തും വെച്ചിട്ടുണ്ട്. 2 നമുക്ക് കാണാം. ഇത് കണ്ടോ, നല്ല റെഡാണ്. ഈ ചെമ്പരത്തിക്ക് ആകെ വരുന്ന പ്രശ്നം എന്താ അറിയോ, ഇങ്ങനെ ഇല ചുരുട്ടി അതിൻ്റെ ഉള്ളിലൊരു കാറ്റർപില്ലർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റെഗുലറായി ഇത് പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെടി ഇങ്ങനെ ഭംഗിയില്ലാതെയാവും. പക്ഷേ നമ്മൾ നിലത്ത് വളർത്തുമ്പോൾ ചെടി ഒന്നും കൂടെ ഹെൽത്തി ആവും, ഇതിനേക്കാൾ പൂക്കളും കിട്ടും. ഇപ്പോൾ നോക്കൂ, എല്ലാ ചെടിയിലൊന്നും പൂവില്ല, കുറേ മൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. കണ്ടോ, ഇതിൽ സാധാരണ റെഡ് ഫ്ലവർ തന്നെ ഉണ്ടാവുക. ഇതിൻ്റെ ഈ വേരിഗേഷൻ്റെ പ്രത്യേകതയാണ്. ഇത് നല്ല റെഡാണ്. നോക്കൂ, ഇതിൽ നിന്ന് പൂവുണ്ട്. ഇതിൽ നിറച്ച് മൊട്ടുമുണ്ട്. ഇതിലും കണ്ടോ ആ ഇലചുരുട്ടിപ്പുഴു, എല്ലാറ്റിലും ഇലചുരുട്ടിപ്പുഴു ഉണ്ട്. അതിനൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല കെമിക്കൽ പെസ്റ്റിസൈഡ് തന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലാണ് ഇതിലത്തെ ഈ ശല്യം പോവുള്ളൂ. ഞാനത് മടിച്ച് ഇപ്പോൾ നല്ല പോലെയായി. ഇനി ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട്, ആ പുഴുള്ളതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് മരുന്നടിക്കേണ്ടി വരും. ഇത് നോക്കൂ, നല്ല ഭംഗിയുള്ള ഓറഞ്ച് പൂവാണ്. ഇതിൻ്റെ പൂവ് ഇതുവരെ എനിക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടില്ല. കാരണം ഇതിൽ ഈ കണ്ടോ, ഇപ്പോൾ ഒന്ന് വിരിഞ്ഞ് വരുന്നുണ്ട്. പൂവ് വിരിയാറാവണ സമയം വരുമ്പോഴേക്കും അതിൻ്റെ മൊട്ട് കൊഴിയും. മൊട്ട് നല്ലപോലെ വലുതായി നാളേക്ക് നമ്മൾ വിരിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും കാണാൻ താഴെ വീണ് കിടക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാ ബ്രാഞ്ചിലും നിറച്ച് മൊട്ടൊക്കെ കാണാനുണ്ട്. ഇവിടെ കണ്ടോ, ഈ മൊട്ട ഇത് കൊഴിയാറായി അവിടെ നിന്ന് വിടർന്ന് നിൽക്കുകയാണ്. അതിപ്പോൾ താഴെ വീഴും. കുറച്ച് കഴിയുമ്പോൾ ഒരു കാറ്റടിച്ചാൽ അത് താഴെ വീഴും. ഇത് നല്ലൊരു ബേബി പിങ്ക് ചെമ്പരത്തിയാണ്. ഇതിൻ്റെ പൂവിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് 2 ദിവസം വാടാതെ നിൽക്കും. ഇതിന്ന് പൂവില്ല. ഇത് 2 ദിവസം മുമ്പ് വിരിഞ്ഞ പൂവാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങനെ അറ്റം വരെ ഉള്ളതിലൊന്നും ഇപ്പോൾ പൂക്കളില്ല. ഇതിൽ നിറച്ച് മുട്ടുണ്ട്. ഇത് നല്ല റെഡാണ്. ഈ മഞ്ഞയിലും പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലും ഇന്ന് പൂവില്ല. 2 ദിവസം മുമ്പൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. കണ്ടോ, ആ പുഴുക്കൾ ഇതിനെ വളരാനേ സമ്മതിക്കുന്നില്ല. ഇതിനൊക്കെ ഇനി നന്നായിട്ടൊന്ന് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നിലത്ത് നട്ട ചെമ്പരത്തി ചെടികളെ കാണാം. അത് ചട്ടിയിൽ നിന്നുള്ള ഡിഫറൻസേ നമുക്ക് നേരെ മനസ്സിലാവും. കണ്ടോ, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. നിലത്താവുമ്പോൾ കൂടുതൽ വളർച്ച കിട്ടും, പൂക്കളും കൂടുതലുണ്ടാവും. ഇത് നോക്കൂ, നമ്മുടെ നാടൻ തന്നെയാണത്. അതുകൊണ്ട് ഇതിന് കുറച്ച് ആരോഗ്യം കൂടുതലുണ്ട്. കണ്ടോ, നല്ല മൾട്ടി പെറ്റൽസാണ്. ഒരുപാട് തിക്കായിട്ടുള്ള പെറ്റൽസ് ഉണ്ട്. ഇതിലും ഉണ്ട് ആ പുഴുക്കൾ നിറച്ച്. ആ കാറ്റർപില്ലറാണ്, ഒരു ചെറിയ പച്ച കളറുള്ളൊരു പുഴുവാണ്. ഇത് വേറെ ചെറിയ പൂക്കളുണ്ടാവുന്നതാണ്. ഇതിൽ നിറച്ച് പൂക്കളാവും, നല്ല ഭംഗിയാണ്. ഈ ഷേപ്പിൽ നിർത്തണമെങ്കിൽ നമ്മളത് ചെടിയെ ആദ്യം തന്നെ ട്രെയിൻ ചെയ്യണം. ഇതിൻ്റെ നോക്കൂ, ഇതിൻ്റെ അടിയിൽ കണ്ടോ, നമ്മൾ ഒരുപാട് ബ്രാഞ്ച് വരാൻ സമ്മതിക്കാതെ ഒരൊറ്റ ബ്രാഞ്ചിനെ മാത്രം നിർത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബുഷിയായി വളർത്തിയാൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിട്ടും.
നേരെ മറിച്ച് ഇതുപോലെയാണെങ്കിൽ അടിയിൽ തന്നെ കുറേ കൊമ്പുകൾ വരികയാണെങ്കിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല അതിൻ്റെ ആ ഷേപ്പിന്. ഇതിനെ അതേപോലെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അടിയിലത്തെ കുറേ കൊമ്പുകളെ മുറിച്ച് കളഞ്ഞ് ഒരൊറ്റ കമ്പിനെ മാത്രം അങ്ങനെ നിർത്തിയിട്ട് ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ നിറച്ച് മൊട്ടാവുന്നത് കാരണം കൊണ്ടേ അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. എല്ലാ ബ്രാഞ്ചിലും മൊട്ടാണ്, നിറച്ച് പൂക്കളുമുണ്ട്. കുറച്ച് കഴിഞ്ഞ് പൂക്കൾ വിടർന്ന് വന്നിട്ട് വീഡിയോ എടുക്കാൻ നോക്കി വിചാരിച്ചാൽ നല്ല വെയിലും ആയിരിക്കും ഇവിടെ, പറ്റില്ല. ഇപ്പം നല്ല നേരത്തെ ആയതുകൊണ്ട് പൂക്കളൊക്കെ വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇതിൽ എന്നും നിറച്ച് പൂക്കളാവും. ഇതൊരു നാടൻ ടൈപ്പാണ്, നമ്മൾ വാങ്ങിയതല്ല, കമ്പ് നട്ട് പിടിപ്പിച്ചത് തന്നെയാണ്. ഇനി ഇവിടുന്ന് ഈ ഒരു ലൈൻ മൊത്തം ചെമ്പരത്തികളാണ്. എൻ്റെ അടുത്ത് മൊത്തം ഒരു 10-25 വെറൈറ്റി ചെമ്പരത്തികളുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. അടുത്ത ചെടിയാണ് ഈ പൂച്ചവാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഴിവാൽ എന്നൊക്കെ പറയും. ഇത് എപ്പോഴും നല്ല പൂക്കളാണ് കേട്ടോ. ഈ ചെടി ഇഷ്ടമുള്ളവർക്ക് ഇതും ഔട്ട്ഡോർ ഗാർഡനിലേക്ക് പറ്റിയതാണ്. എല്ലാ കാലത്തും ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട് നല്ല നീളത്തിൽ പൂക്കളായിട്ട് വരും. നേരത്തെ പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിൻ്റെ പൂക്കൾ കരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ടുണ്ട് കണ്ടോ, ഒരു ബ്ലാക്ക് കളറ്. അടുത്തതാണ് ഈ കലഞ്ചോ പ്ലാന്റ്. എൻ്റെ അടുത്ത് ഈ ഒരു നാടൻ വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനത് വാങ്ങിച്ചിട്ടില്ല, കാരണം അത് നമ്മുടെ ഇവിടെ നിന്ന് പെട്ടെന്ന് നാശമായി പോണതാണ് കണ്ടിട്ടുള്ളത്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ കലഞ്ചോ പ്ലാന്റ് വളരുക. ഇതിന് രാവിലത്തെ വെയിൽ മാത്രമേ വേണ്ടൂ. കുറച്ച് നല്ല വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ ഗ്രീൻ കളറൊക്കെ പോയി അതാകെ റെഡിഷ് ആയിട്ട് അത് നാശമാവും. പക്ഷേ ഇത് കുറച്ചും കൂടെ അഡാപ്റ്റഡ് ആണ് നമ്മുടെ ഇവിടേക്ക്. ഇത് ഈ നാടൻ വെറൈറ്റി ആയതുകൊണ്ട് ഇതിൽ നിറച്ച് പൂക്കളുണ്ടാവും. ഇത് നമുക്ക് നിലത്തും നടാം, അതേപോലെ ചട്ടിയിൽ നടാം. ഇത് ഈ മതിലിൻ്റെ മുകളിലൊക്കെ മയിൽ വന്നിരുന്നിട്ട് ഇതിൻ്റെ പാറി താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ബ്രാഞ്ച് പൊട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിലത്ത് നട്ടതാണിത്. അതിനും നല്ല പൂക്കളുണ്ട്. അടുത്ത പ്ലാന്റാണ് ഈ ഫയർ ക്രാക്കർ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിന് ജിങ്കിൾ ബെൽസ് എന്നൊക്കെ പറയും, കാരണം ഇതിൻ്റെ ഈ പ്രത്യേക ഷേപ്പ് കാരണം. ഇതാ ക്രിസ്മസ് ബെല്ലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. ഇത് ക്രീം കളറിലും ഉണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് അതില്ല. നോക്കൂ, ഇത് എപ്പോഴും നല്ല പൂക്കളുണ്ടാവും കണ്ടോ, നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയതാണ്. ഇത് നമുക്കൊരു നല്ല വലിയൊരു പോട്ടിൽ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. താഴേക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വരും. അടുത്ത പ്ലാന്റാണ് ഈ പ്ലുമേറിയ അല്ലെങ്കിൽ അരളി എന്ന് പറയുന്നത്. ഇതൊരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഈ പിങ്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇതിലൊരൊറ്റ ഇലയില്ല, പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇതിവിടെ കുറച്ച് വലിയൊരു മരമായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നമുക്ക് എന്തെങ്കിലും ക്ലൈമ്പിംഗ് പ്ലാന്റിനെയും കയറ്റി വിട്ടാൽ രണ്ടും കൂടെ നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഒന്നും കൂടെ വലുതായിട്ട് വേണം. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ക്ലൈംബറിനെയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വിടാൻ. ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ഫംഗസ് ഇൻഫെക്ഷനോ എന്താണെന്ന് അറിയില്ല. അതിടയ്ക്ക് വന്ന് കംപ്ലീറ്റ് ഇലയും കൊഴിഞ്ഞു പോവും. ഇപ്പോൾ എന്തായാലും ഇലയൊന്നും ഇല്ലാണ്ട് പൂക്കൾ മാത്രമായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്തത് തെച്ചി ചെടികളാണ്. ഈ തെച്ചി അല്ലെങ്കിൽ ഇക്സോറ പല കളറിൽ കിട്ടും. ഈ ഒരു ലൈൻ മൊത്തം തെച്ചി ചെടികളെ കൊണ്ട് വെക്കാനാണ് പ്ലാന്. അപ്പോൾ നല്ല ഗ്യാപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പല ചെടികളും മുളച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ ചെറുത് നട്ടിട്ടുണ്ട്. ഓരോന്നും വലുതായി എല്ലാം ഇങ്ങനെ നല്ലൊരു ലൈനായി വന്നാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ചെടികളിൽ എപ്പോഴും പൂക്കളുണ്ടാവും. തെച്ചി ചെടികളിൽ എപ്പോഴും പൂക്കൾ കിട്ടും. അത് പല കളറിലും നമുക്ക് കിട്ടും ചെയ്യും. നിലത്ത് നടുമ്പോൾ ഇതിൻ്റെ കെയറും നല്ല ഈസിയാണ്. ആകെ വേണ്ടത് ഒന്ന് മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസ് ചെയ്യേ വേണ്ടൂ. പിന്നെ ഒന്ന് പെസ്റ്റിസൈഡ് തളിച്ചു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മുട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത് വരുന്നതിന് മുമ്പ് നീം ഓയിൽ തളിച്ചാൽ നമുക്ക് പ്രശ്നം വരില്ല. അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞ് ഇൻഫെക്ഷൻ നല്ല സിവിയറായി കഴിഞ്ഞാൽ പിന്നെ നീം ഓയിൽ കൊണ്ട് മാറില്ല. അപ്പോൾ അതൊന്ന് റെഗുലറായിട്ട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും. എപ്പോഴും പൂക്കളുണ്ടാവും. ഔട്ട്ഡോർ ഗാർഡനിലേക്ക് പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അടുത്ത പ്ലാന്റാണ് ഈ നാടൻ ബാൾസം. ഇത് നോക്കൂ, നല്ല ഭംഗിയാണ്. എല്ലാ കാലത്തും പൂക്കളുണ്ടാവും. പക്ഷേ ഈ ചെടിയൊക്കെ കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, മയിൽ വന്ന് തിന്നിട്ടേ ഒക്കെ മുറിച്ച് നാശാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് 2 വെറൈറ്റി ഉള്ളൂ, ഈ പിങ്കും റെഡും. ഇത് 5-6 ടൈപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ഈ മയിൽ വന്ന് തിന്ന് ഒക്കെ നാശമായി പോയി. ഇപ്പോൾ ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ, ഇതും റെഡും. ഇതും വളരെ ഈസി ആയിട്ട് നടാൻ പറ്റിയതാണ്. ഒരു ഏരിയ ഈ ചെടിക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് കണ്ടോ, ഇതങ്ങനെ പൊട്ടിത്തെറിച്ച് തനിയെ മുളച്ചോളും. നമ്മളൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഇങ്ങനെ തെറിച്ച് ഇത് വിത്ത് വീഴുന്ന സ്ഥലത്തൊക്കെ മുളയ്ക്കും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം തൈകൾ മുളയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബെഡ് പോലെ അതിനാണ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഭംഗിയായിട്ട്
എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ചട്ടിയിൽ വളർത്തുന്നേക്കാൾ ഇത് നിലത്ത് വളർത്തിയാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അടുത്തത് ഹൈഡ്രാഞ്ചിയ. ഇത് നോക്കൂ, ഇത് തണുപ്പ് കാലം തുടങ്ങിയാൽ നല്ല പൂക്കളായിരിക്കും. ഇതുണ്ട്, നല്ല വലിയ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സായിട്ട് എല്ലാ തലപ്പിലും കണ്ടോ മുട്ടുകൾ വന്നിട്ടുണ്ട്, നിറച്ച് പൂക്കൾ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് സോയിൽ pH-നനുസരിച്ച് ഇതിൻ്റെ കളർ മാറും. ഇതിപ്പോൾ ഒരു വയലറ്റ് കളറല്ലേ, ഇതിൻ്റെ pH-ന് വ്യത്യാസം വന്നാൽ ഇതൊരു പിങ്ക് കളറുമായിട്ട് മാറും. ഇതിൻ്റെ തന്നെ കമ്പ് നട്ടിട്ട് നമ്മൾ ആ pH മാറാൻ എന്തെങ്കിലും സോയിലിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിങ്ക് ഷെയ്ഡിൽ നമുക്ക് കിട്ടും. ഈ ചെടിക്ക് വേണ്ടത് അധികം സൺലൈറ്റ് തട്ടരുത്, രാവിലത്തെ വെയിൽ മാത്രം ഇതിന് തട്ടുക. എന്നിട്ട് നല്ല പോലെ വെള്ളവും വേണം, നല്ല മോയ്സ്ചർ വെള്ളം നനവ് മണ്ണിലില്ലെങ്കിൽ പൂക്കളൊക്കെ പെട്ടെന്ന് വാടി തളരും. ഇതുപോലെ ഇതിനെ ഹാർഡ് പ്രൂൺ ചെയ്യരുത്. പൂക്കൾ വാടിക്കഴിഞ്ഞാൽ ആ തലപ്പ് മാത്രം അത് കട്ട് ചെയ്ത് കളയേ വേണ്ടു. കണ്ടപ്പോൾ ഇത് വാടിയില്ലേ, ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കളയുക. ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നമുക്ക് ഫ്ലവർ കിട്ടില്ല, പിന്നത്തെ ഒരു സീസണിലേ കിട്ടുള്ളൂ. അപ്പോൾ ഹാർഡ് പ്രൂൺ ചെയ്യാതെ ഇതിനെക്കുറിച്ച് വലിയ ചെടിയായിട്ട് തന്നെ നിർത്തണം. അപ്പോൾ ഈ ബ്രൗൺ സ്പോട്ട് കണ്ടോ, ഇത് എല്ലാ ഇലകളിലും ഉണ്ടായിരുന്നു. ഇതെന്തോ ഫംഗസ് ഇൻഫെക്ഷനാണ്. ഞാനിതിങ്ങനെ കാണുന്നത് മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞ് നീം ഓയിൽ സ്പ്രേ ചെയ്തിട്ടാണ്. നീം ഓയിലും ലിക്വിഡ് സോപ്പും അതേപോലെ 1 ലിറ്റർ വെള്ളം കൂടെ, 5 ml നീം ഓയിൽ, 10 ഡ്രോപ്പ് ലിക്വിഡ് സോപ്പ്, പിന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ടാണ് ഇത് കുറഞ്ഞത്. ഇതിന് വരുന്ന പ്രശ്നം ഇതാണ്, ഈ ബ്രൗൺ സ്പോട്ട്. എന്നിട്ട് ആ ഇല ഉണങ്ങി കരിഞ്ഞ് അതാണ് നാശമായി പോവും. ഈ ബ്രൗൺ സ്പോട്ട്സ് നല്ല സിവിയറായിട്ടുണ്ടായിരുന്നു. റെഗുലറായി ഈ നീം ഓയിൽ എമൽഷൻ സ്പ്രേ ചെയ്തിട്ടാണ് ഇത് മാറിയത്. അപ്പോൾ ഇനി ഇത് റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കണം, അത് നിർത്തരുത്. കാരണം അത് മണ്ണിൽ ചിലപ്പോൾ ആ ഫംഗസിൻ്റെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും അത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അതങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. ഇനി ഈ ഒരു ഏരിയയിൽ കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ഒരു ഭാഗമാണ്. അവിടെ ചൈനീസ് ബാൾസം ഉണ്ട്, അതേമാതിരി തോട്ടവാഴ അല്ലെങ്കിൽ കന്നാ ലില്ലി പറയുന്നത് ചെടിയുണ്ട്, പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സും ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഈ നിൽക്കുന്ന ചൈനീസ് ബാൾസം ചട്ടിയിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭംഗി പോയി. ചട്ടിയിൽ നിന്ന് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറയും. അപ്പോൾ ഞാനതങ്ങനെ ചട്ടിയിൽ നിന്ന് പുഴക്കിയെടുത്ത് മണ്ണിലേക്ക് നട്ടതാണ്. ഇപ്പോൾ അത് അവിടെ ഭംഗിയായി വരുന്നുണ്ട്. ഇനി അത് നല്ല പൂക്കൾ വരും. ഇതിൻ്റെ മുമ്പത്തെ ബാച്ച് ഞാൻ ഇതേപോലെ മണ്ണിലേക്ക് നട്ടത് കാണിച്ചു തരാം. ഇപ്പോൾ അത് ചട്ടിയിൽ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭംഗി, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീപോർട്ട് ചെയ്യണം. ഭംഗി കുറയുമ്പോൾ റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ അടുത്ത സൈസ് പോട്ടിലേക്ക് മാറ്റിയാൽ പോരാ, പുതുതായി നമ്മൾ പ്ലാന്റ് ചെയ്യണം, പുതിയ തല എടുത്തിട്ട്. അപ്പോൾ ആ പഴയ ചെടികളെ ഇങ്ങനെ മണ്ണിലേക്ക് നട്ടാൽ അത് ഭംഗിയായിട്ട് വന്നോളും. പുതിയതിനെ ചട്ടിയിൽ പിടിപ്പിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ചെറിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് കട്ടിങ്സ് എടുത്ത് വെള്ളത്തിൽ വെച്ചാൽ വേര് പിടിച്ച് കിട്ടും. അത് നമുക്ക് ചട്ടിയിൽ വെച്ചാൽ ചട്ടിയിൽ കുറച്ച് കാലം നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ അത് ഭംഗി കുറയുമ്പോൾ ഇതേപോലെ മണ്ണിലേക്ക് വെച്ചാൽ മണ്ണിലും അതുപോലെ ഭംഗിയായിട്ടിരിക്കും. ഇനി ഇവിടെ കണ്ടോ പലതരം സീനിയകളുണ്ട്. ഇതിൽ നോക്കൂ, നല്ല വലിയ പൂക്കളുള്ള ഇതുണ്ട്. വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, നല്ലൊരു മജന്ത ഉണ്ട്. ഇതിലാകെ നമ്മൾ ചെയ്യേണ്ടത് പൂക്കൾ ഫെയ്ഡായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനെ വല്ലാണ്ട് സീഡ് അതിൽ തന്നെ നിന്ന് ഉണങ്ങാൻ സമ്മതിക്കേണ്ട, അപ്പോൾ ചെടിയുടെ ഭംഗി കുറയും. അപ്പോൾ നമുക്കിതാ ഇതിൽ ഇങ്ങനെ നിൽക്കണ പൂക്കളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫെയ്ഡായി, ഇതും അതേപോലെ ഫെയ്ഡായത് അങ്ങനെ ബേസിൽ വെച്ച് തന്നെ മുറിക്കുക. അപ്പോൾ ചെടിയുടെ ഭംഗി പോവില്ല, എപ്പോഴും നല്ല ഫ്രഷായിട്ട് ഫ്ലവേഴ്സ് നിൽക്കും. കണ്ടോ, അവിടെ യെല്ലോ ഉണ്ട്. ഇതെല്ലാ കാലത്തും പൂക്കളുണ്ടാവും. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ചെടി ഒരുപാട് വലുതാവാണ്ട് ഒന്നുകൂടെ ബുഷിയായിട്ട് നിൽക്കും. മഴക്കാലത്ത് ഇത് നല്ല പോലെ വലുതായി ഭയങ്കരമായിട്ട് വലുതാവും. വേനൽക്കാലത്ത് ഒരു ഭാഗം ഏരിയ മുഴുവൻ ഈ സീനിയ നട്ടാൽ നല്ലൊരു ഫ്ലവർ ബെഡായിട്ട് നിൽക്കും. അടുത്തത് കണ്ടോ, ഈ ചൈനീസ് ബാൾസത്തിനെ ഞാൻ ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ചതാണ്, വേര് പിടിച്ച തലകൾ. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ നമ്മളിത് മണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലിരിക്കണേക്കാൾ ഭംഗിയായിട്ടിരിക്കും. പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സാണുള്ളത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡിലും എപ്പോഴും പൂക്കളുണ്ടാവും. ഇതിൻ്റെ പൂ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത പ്ലാന്റ് കന്നാ ലില്ലി അല്ലെങ്കിൽ തോട്ടവാഴ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിൻ്റെ കയ്യിൽ 2 കളറാണുള്ളത്, റെഡും അതേപോലെ യെല്ലോയിൽ ഇപ്പോൾ പൂക്കളില്ല. ഇത് നോക്കൂ, ഇങ്ങനെ പൂക്കൾ ഫെയ്ഡായി കഴിഞ്ഞാൽ ഇതിൽ പിന്നെ 2 സെറ്റ് പൂ വരും. കണ്ടോ, ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ അത് ഫെയ്ഡായി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഈ അടുത്ത സെറ്റ് പൂ വിരിയും. ഇതങ്ങനെ രണ്ടാമത്തെ സെറ്റും പൂ വിരിഞ്ഞു കഴിഞ്ഞതാണ്. ഇത് ഫെയ്ഡായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ചെടിയെ നമുക്ക് ബേസിൽ വെച്ചേ മുറിച്ച് കളയണം.
ഇതിന് വീണ്ടും പൂവ് ഇനി ഈ ചെടിയിൽ വരില്ല. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഫ്ലവർ ബെഡ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് അടിയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ 10-11 ഫ്ലവറിങ് പ്ലാന്റ്സിനെ കണ്ടു. ഇനി ഇഷ്ടം പോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ ഗാർഡനിൽ. അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.